എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് പോകുന്നു? അടിപൊളിയില്ലേ? എന്റെ വർത്താനം കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല നീ ഇവിടെ ടാറ്റു അടിക്കാൻ വേണ്ടി വന്നതാണ്. അളിയ ഒരു ഉത്തരവാദിത്തം വേണം, ഒരു ശകല ഉത്തരവാദിത്തം വേണം. ഉത്തരവാദിത്തം അല്ലെ നമ്മൾ പാർട്ണർഷിപ്പിലാണ് ഈ ഷോപ്പ് തുടങ്ങി വെച്ചത്. അതറിയാമല്ലോ. സാധാരണ ഈ പെണ്ണുങ്ങളൊക്കെ ടാറ്റു അടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കട തുടങ്ങിയത്. അതെ, ഇവിടെ പെണ്ണുങ്ങൾ ആരും വരുന്നില്ല. എടാ അതിന്റെ കാരണം എന്നാന്നറിയോ? ആദ്യം ഈ ഷോപ്പിന്റെ പേരൊന്ന് മാറ്റാവോ? അല്ലെ പേര് മാറ്റാൻ പറ്റത്തില്ല. പേര് മാറ്റാൻ പറ്റത്തില്ല. ധനലക്ഷ്മി അമ്മ എന്താണ് കുഴപ്പം? നല്ല പവർ പേരാ. അമേരിക്കയിൽ നിന്നും സായിപ്പന്മാരും മദാമ്മമാരെല്ലാം ഇങ്ങനെ ഇറങ്ങി വരും ഇവിടെ ടാറ്റു അടിക്കാൻ വേണ്ടി. ലോട്ടറി കാർഡാ പേരെടുത്ത് ഇതിനകത്ത് കൊണ്ടിട്ടാണ്. ഇങ്ങനത്തെ പേരാണോ ടാറ്റു സെന്ററിൽ ഇടുന്നത്? നല്ല പേരല്ലേ, ധനലക്ഷ്മി അമ്മ ടാറ്റു സെന്റർ. എന്നാ അമ്മയുടെ നരച്ച മുടിയും കൂടെ രണ്ട് സൈഡിൽ കൊണ്ട് ഇങ്ങനെ ഇടും. വേറെ അല്ല പേര് കിട്ടണം, എന്നാലൊക്കെ ആൾക്കാർ കയറി വരുവുള്ളൂ. നീ കൂടെ വർത്താനം പറയണം. നീ മെനഞ്ഞാന്ന് ഒരുത്തനെ ടാറ്റു അടിച്ചിട്ട് എന്താ കുഴപ്പമുണ്ടെന്ന് അറിയാലോ. ആ വിഷയം തരുന്നത് നീ കണ്ടായിരുന്നത്? ഒരുത്തൻ നിന്നെ അടിച്ചിട്ട് പോയല്ലോ, വിഷയം തരുന്നത്. എന്റെ ഡാവേ ഒന്നും പറയണ്ട. ഒരുത്തൻ ഇവിടെ ടാറ്റു അടിക്കാൻ വേണ്ടി വന്നേ. അതിന്റെ പൈസ ഞാൻ മേടിച്ചു, അത് വേറെ കഥ. ടാറ്റു അടിക്കാൻ വേണ്ടി അവന്റെ പേര് ശരിക്കും എന്നത് PU ചാണ്ടി എന്നായിരുന്നു. PU ചാണ്ടി എഴുതി കൊടുത്ത് കിടുക്കനായിട്ട് ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് ഇവൻ എന്റെ ജീവിക്കാൻ ഒരു അടി. എന്താണ് ഈ PUന്റെ ഇടയ്ക്ക് ഒരു കുത്തുണ്ടായിരുന്നു, അത് ഇടാൻ പറ്റിയില്ല. പൂച്ചാണ്ടി എന്നായിരുന്നു അതിന്റെ പേര്. ഈ വിഷയം എന്റെ ദൈവമേ, എടുത്ത് ഈ കണ്ടിട്ടൊന്ന് പിടിച്ചു മാറ്റാൻ പോലും വന്നില്ലല്ലോ. മനസാക്ഷി എന്ന് പറയുന്നൊരു ശകലം പോലും ഇല്ല. അത് കാര്യം നീ ചായ പിടിച്ചിട്ടോ? ഞാൻ പോയി ചായ പിടിച്ചിട്ട് ഞാൻ കട നോക്കാം. ഞാൻ പോയിട്ട് ചായ പിടിച്ചു ചോദിക്കാം. ഓക്കെ. അയ്യോ പണിപാളി, റാവത്തറിക്ക 4 പേരെ വെട്ടിച്ച് ജയിലിൽ പോയില്ല. റാവത്തറിക്ക വരുന്നുണ്ടോ? റാവത്തറിക്ക എടുത്തിട്ട് പച്ച കുത്തണം. പച്ച കുത്തി അത് മറയ്ക്കാൻ പച്ച കുത്തണം. പച്ച കുത്തിയിട്ടുണ്ടല്ലോ, പിന്നെ അതിനകത്ത് പച്ച കുത്തുന്നത് വേറെ. പച്ച കുത്തി പച്ച കുത്തണം. അല്ല മനസ്സിലായില്ല. പച്ച കുത്തണം നമ്മൾ മനസ്സിലായില്ല എന്താണെന്ന്. അതാ ഉദ്ദേശിച്ച സംഭവം പിടിയിട്ടില്ല. മനസ്സിലായില്ല. പച്ച എന്ന് പറഞ്ഞ ഒറ്റ കുത്തിയതാ കേട്ടോ. കുത്തിയതായിരുന്നു. ഞാനോടത്ത് റെയിൽവേ ട്രാക്ക്. ഇപ്പൊ എന്താ ചെയ്യണം അതിന്റെ അകത്ത്? ഇതിന്റെ മേളിൽ പച്ച കുത്തിയിട്ട് വേറെ ഡിസൈൻ ആക്കി തരണം. ഡിസൈൻ ആക്കണം. ഇങ്ങോട്ട് നിൽക്കുക. എവിടെയാ പൂവിന്റെ ഡിസൈൻ ഒന്ന് സെറ്റ് ആയി കൊടുത്താൽ മതി. ഇതിനകത്തോ? ഇതിനകത്ത് പൂവല്ലോ, ഒരു തെങ്ങ് കുഴിച്ചിടാലോ. പൂവിന്റെ ഡിസൈൻ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് വരുന്ന തുരങ്കം പോലൊക്കെ തോന്നി. ഇതൊന്ന് കുത്തണം, അതാണ് എന്റെ വിഷയം. കുത്തണം. അതല്ല പറഞ്ഞത്. പഴയ സ്വഭാവങ്ങളല്ല നീയൊക്കെ എന്റെ മുമ്പിലേക്കത്തില്ല. അയ്യോ അങ്ങനെ കുത്തുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മൾ ഈ ടാറ്റു ചെയ്യാന്ന് പറയുന്നത് അതിന് മെഷീൻ വെച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ പണിതെടുക്കുന്ന, അതാ ഇതിന്റെ സംഭവം. എന്ത് വേണം എടുത്തോ, വേദനിപ്പിക്കല്ല. അറിയാലോ എന്റെ സ്വഭാവം അറിയാലോ. അങ്ങോട്ടിരുന്നോ, കയറിയിരുന്നോ. പെട്ടെന്നാട്ടെ എനിക്ക് പോണോന്ന്. വല്ലതും പോയി കിടക്കണോ? പെട്ടെന്നാട്ടെ ഈ പുള്ളി ഇവിടെ കൊടുത്ത കീന്ന് വന്ന് വെച്ചോണ്ടിരുന്നാണോ? പെട്ടെന്ന് പേടിക്കണ്ട കേട്ടോ, പോവല്ലേ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. കല്യാണ കുറിയുടെ ഒക്കെ ഫ്രണ്ട് വശം ഇരിക്കില്ല എന്ന് പറഞ്ഞോളുണ്ട്. ഈ ഫോട്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. വിട്ടേ, ഇനി നോക്കി.
സൂപ്പർ ആയിട്ടില്ലേ? കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അല്ല, ഇതാ പൈസ എന്തോ? പൈസ പൈസയോ? ആ റാവത്തർ ഇന്ന് വരെ ആർക്കെങ്കിലും പൈസ കൊടുത്ത ചരിത്രം ഉണ്ടോടാ? അതെ വലിച്ചു. പൈസ ഇല്ലേ? എനിക്ക് പൈസ ഇല്ലാതെ പൈസ വേണ്ട ഇതിന്റെ. വേണ്ട 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 ഒന്നും വേണ്ട.